തീർച്ചയായും അങ്ങനെ റൗണ്ടുകൾ ഇനിയും ബാക്കി ഉണ്ടാകാം. പക്ഷേ ഇതാ JDU ആഘോഷം തുടങ്ങി. കോൺഗ്രസ് തോൽവി സമ്മതിച്ചു. RJD പറയുന്നത് എന്താണ്? അധികാരത്തിലേറാൻ ഇനിയും സാധ്യതയുണ്ട്. എങ്ങനെ? മറുഭാഗത്ത് നിന്ന് ആളുകളെ ചാടിച്ച് കുതിര കച്ചവടം നടത്തി ബാർഗൈനിങ് പവർ ഇല്ല. ഇന്ത്യ മുന്നണി ആകെ 49ലേക്ക് ചുരുങ്ങുന്ന സാഹചര്യമാണ് കാണുന്നത്. നേരത്തെ ഓരോ സീറ്റിന്റെ വ്യത്യാസമാണ് JDUവും BJPയും തമ്മിലുള്ളെങ്കിൽ ആ ഗ്യാപ്പ് വർദ്ധിക്കുന്നുണ്ട്. BJP 82 സീറ്റിലും JDU 79 സീറ്റിലേക്കും ആ ഗ്യാപ്പ് ചെറുതായി വർദ്ധിക്കുന്നത്. എൻഡിഎയുടെ ലീഡ് എന്നത് 1-2 190. അതായത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 122. 70 സീറ്റുകൾ. 70 സീറ്റുകൾ അധികമാണ്. രാഹുൽ ഗാന്ധി തോൽവി സമ്മതിച്ചാലും കിരൺ ബാബു തോൽവി സമ്മതിക്കില്ല. അവസാന നിമിഷം വരെയും കിരൺ ബാബു പോരാടും. ശരിയാണ്. ഞാൻ തോൽവി സമ്മതിക്കുകയോ ജയിക്കുകയോ എന്നുള്ളതല്ല, ഇത് കണക്കുകളാണ്. ഹരിയാന തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സുനാമി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. തുടക്കഘട്ടത്തിലും ആദ്യ റൗണ്ടുകളിലും ഏകദേശം 10 റൗണ്ടുകൾ കഴിയുമ്പോഴുമൊക്കെ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ അധികാരത്തിൽ വരും. ആര് മുഖ്യമന്ത്രി ആവണം, ആര് മന്ത്രിമാരാവണം എന്ന തരത്തിലേക്കുള്ള ആളുകളുടെ ചർച്ചകളും അത്തരം ചർച്ചകൾ ചാനലുകളടക്കം തുടങ്ങിയതാണ്. എന്നിട്ട് ഫലം വന്നപ്പോൾ അവസാനം എന്തായി? കോൺഗ്രസ് പരാജയപ്പെടുകയും BJP അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇത് കണക്കുകളാണ്. ഇനി ചിലപ്പോൾ മാറാതിരിക്കാനുമുള്ള സാധ്യതകൾ എപ്പോഴുമുണ്ട്. 5 റൗണ്ടിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ BJP NDA സഖ്യം തന്നെയാണ്. അവിടെ പാടെ തകർന്നു നിൽക്കുകയാണ്. 25 മുതൽ 30 റൗണ്ടുകൾ വരെയാണ് ബീഹാറിലുള്ളത്. അതിൽ 210 മണ്ഡലങ്ങളിലും 5 റൗണ്ട് മാത്രമാണ് നിലവിൽ പൂർത്തിയായത്. ഇതാണ് ഔദ്യോഗികമായ കണക്ക്. എന്ന് ഇപ്പോഴും ഉറപ്പിക്കാൻ പറ്റില്ല എന്നാണ് കണക്കുകളെ ആധികാരികമാക്കിക്കൊണ്ട് കിരൺ ബാബു പറയുന്നത്. പക്ഷേ JDU ക്യാമ്പ് അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഭരണം NDA ക്യാമ്പ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. BJP ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. RJD ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് തോൽവി സംബന്ധിച്ചിട്ടുണ്ട്. അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് ഞങ്ങളെ തോൽപ്പിച്ചത്, NDA വിജയിപ്പിച്ചത് എന്ന് കോൺഗ്രസ് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും പ്രതീക്ഷ കൈവിടേണ്ടതില്ല എന്ന് തന്നെയാണ് കിരൺ വ്യക്തമാക്കുന്നത്. മൈഥിലി ഠാക്കൂറിന്റെ ഭൂരിപക്ഷം 7800 മുകളിലേക്കായിരിക്കുന്നു. വിജയ് കുമാർ സിൻഹയുടെ ഭൂരിപക്ഷം 1800 മുകളിൽ. തേജ് പ്രതാപ് യാദവ് 10,000-ലധികം വോട്ടുകൾക്ക് പിന്നിൽ. അനന്ത് സിംഗ് JDUവിന്റെ സ്ഥാനാർത്ഥി 9665 വോട്ടുകൾക്ക് മുന്നിൽ. CPIML പ്രമുഖനായ സ്ഥാനാർത്ഥി ധനഞ്ജയ് 6760 വോട്ടുകൾക്ക് പിന്നിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാജേഷ് റാം എന്ന മുതിർന്ന നേതാവ് 1000-ലധികം വോട്ടുകൾക്ക് പിന്നിൽ. ഇതാണ് ഏറ്റവും പ്രമുഖരായ സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൈഥിലി ഠാക്കൂറൊക്കെ വിജയത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ഇപ്പോൾ തന്നെ 10,000-ലധികം വോട്ടിന്റെ ലീഡാണ് മൈഥിലി ഠാക്കൂർ ആ മണ്ഡലത്തിൽ നേടിക്കൊണ്ടിരിക്കുന്നത്. അലിനഗർ മണ്ഡലത്തിൽ നിന്ന് 7,000-ലധികം 8,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞെട്ടിക്കുന്നത് തേജസ്വി യാദവിന്റെ പിന്നോട്ട് പോക്ക് തന്നെയാണ്. തേജസ്വി യാദവ് ഇപ്പോഴും പിന്നിൽ നിൽക്കുന്നു എന്ന് മാത്രവുമല്ല, ഏറ്റവും ഒടുവിലത്തെ ഡേറ്റുകൾ അനുസരിച്ച് 1200-ലധികം വോട്ടുകൾക്ക് ഇപ്പോഴും പിന്നിൽ തന്നെയാണ്. അവിടെ സതീഷ് കുമാർ യാദവ് ഈ ഘട്ടത്തിൽ മുന്നേറ്റം നടത്തുകയാണ്. റാബറി ദേവിയെ ഞെട്ടിച്ച പരാജയപ്പെടുത്തിയ 2010 അത്ഭുത വിജയം കൈവരിച്ച സതീഷ് കുമാർ യാദവ് മകനെ കൂടി തോൽപ്പിക്കുമോ? അതായത് തേജസ്വി യാദവിനെ അടിയറവ് പറയിക്കുമോ? അങ്ങനെയെങ്കിൽ RJDക്ക് മുഖം നഷ്ടപ്പെടുന്ന സാഹചര്യം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡ് നിലയിലേക്കാണ്. നോക്കൂ, NDAയിലെ ഇപ്പോഴത്തെ ലീഡ് നില ഒന്ന് പരിശോധിച്ചാൽ JDUവിന്റെ ലീഡ് കുറയുന്നതായി നമുക്ക് കാണാൻ പറ്റും. 189ലേക്ക് NDA എത്തുമ്പോൾ അവിടെ JDUവിന്റെ സീറ്റ് 87ലേക്കും BJPയുടേത് 83ലേക്ക് ഉയരുന്നതുമായ ഒരു സാഹചര്യം കാണാം. ഇവിടെ കിരൺ ബാബു പറഞ്ഞത് നമ്മൾ കുറച്ചുകൂടി പ്രാധാന്യത്തിൽ കാണേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ആദ്യ റൗണ്ടുകളാണ് എണ്ണി തുടങ്ങുന്നത്. ബീഹാറാണ്, വലിയൊരു സ്റ്റേറ്റ് ആണ്. അതിന്റെ അന്തിമ ഫലങ്ങൾ എത്താൻ അല്പം നമ്മൾ കാത്തിരിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ JDUവിന്റെ ലീഡ് പിന്നോട്ട് പോകുന്നത് നമ്മൾ കാണാം. അതൊരു വലിയ ചേഞ്ച് അല്ല എങ്കിൽ പോലും ആ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. JDUവും BJPയും തമ്മിലായിരുന്നു. നമ്മൾ ആവർത്തിച്ച് പറഞ്ഞത് ബീഹാറിന്റെ പൾസ് നമ്മൾ നോക്കേണ്ടതുണ്ട്. ബീഹാറിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നത് എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടതുണ്ട്. സീറ്റ് വിഭജന ചർച്ചകളിലടക്കം BJP വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. 101 സീറ്റുകളിൽ BJP, 101 സീറ്റുകളിൽ JDU മത്സരിക്കുമ്പോൾ അത് കൃത്യമായി മത്സരിക്കുന്ന സീറ്റുകളിൽ കാലുവാരൽ ഉണ്ടാകാൻ പാടില്ല, വോട്ട് ചോർച്ച ഉണ്ടാകാൻ പാടില്ല. കൃത്യമായി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന ഒരു നിഗമനത്തിലേക്ക് NDA എത്തിയിരുന്നു. അവിടെ രണ്ടുപേർക്കും രേണുക എടുത്തു പറയേണ്ടത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് കൂടുതൽ അംഗബലം ഉറപ്പിക്കേണ്ടതുണ്ട്.